ഹായ് നമസ്കാരം. ഈസി ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെതാണ് കേട്ടോ. തിരഞ്ഞെടുത്ത 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നാളെ എക്സാമിന് പോകുന്നവർക്ക് ഓടിച്ചൊരു റിവിഷൻ പോലെയാണ് ഇന്നത്തെ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സമയം കളയാതെ തന്നെ വേഗം ക്ലാസ്സിലേക്ക് പോകാം. 51ാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് കേട്ടോ. 51ാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ പുതിയ CAG ആരാണ്? കെ സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ പുതിയ CAG ആരാണ്? കെ സഞ്ജയ് മൂർത്തി. CBIയുടെ പുതിയ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. CBIയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദ്. 26ാമത് RBIയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. ഇതിനകത്ത് തന്നെ സഞ്ജീവും സഞ്ജയും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു ലിങ്ക് അതിന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മാറിപ്പോവില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്തത് ഐക്യരാഷ്ട്രസഭയിലെ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവത നീനി ഹരീഷ്. എന്താണ്? ഐക്യരാഷ്ട്രസഭയിലെ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവത നീനി ഹരീഷ്. ഓക്കെ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അതായത് NCB ഇതിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? അനുരാഗ് ഗാർഗ് ആണ് കേട്ടോ. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് അനുരാഗ് ഗാർഗ്. ഓക്കെ, 2024 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആര്? ചെല്ല ശ്രീനിവാസലു ഷെട്ടി. ആരാണ്? 2024 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ചെല്ല ശ്രീനിവാസലു ഷെട്ടി. ഓക്കെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 26ാമത് DG ആയി നിയമിതനായത് ആരാണ്? ആരാ? പരമേഷ് ശിവമണി കേട്ടോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 26ാമത് DG ആയി ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? പരമേഷ് ശിവമണി. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ശരത് കമലാണ് കേട്ടോ. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF ആദ്യ ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ശരത് കമൽ. നെക്സ്റ്റ്, ലോക്പാൽ അധ്യക്ഷൻ അജയ് മാണിക്യ റാവു ഖാൻവിൽക്കർ. ഓക്കെ, ലോക്പാൽ അധ്യക്ഷൻ ഇപ്പോഴത്തെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? അജയ് മാണിക്യ റാവു ഖാൻവിൽക്കർ. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോഴത്തെ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. 16ാമത്തെ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ഓക്കെ, കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ആരാ? ഇക്ബാൽ സിംഗ് ലാൽപുര. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാ? അന്തർ സിംഗ് ആര്യ. ആരാണ്? അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, ഇപ്പോഴത്തെ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ആണ് കേട്ടോ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാ? കിഷോർ മക്വാന. ഓക്കെ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഓക്കെ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഹൻസി രാജാണ് കേട്ടോ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസി രാജാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി സുബ്രഹ്മണ്യം ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി സുബ്രഹ്മണ്യം. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സമറിയ. ഇദ്ദേഹം 12ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സമറിയ. ഓക്കെ, ബാലാവകാശ കമ്മീഷൻ ആരാണ്? പ്രിയങ്ക കൊനാങ്കോ. ആരാണ്? പ്രിയങ്ക കൊനാങ്കോ ആണ് ബാലാവകാശ കമ്മീഷൻ. അറ്റോർണി ജനറൽ വെങ്കിട്ടരമണിയാണ് കേട്ടോ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ആണെങ്കിൽ തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ ആരാ? തുഷാർ മേത്ത. ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ് കേട്ടോ. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാത്സവയാണ് കേട്ടോ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാ? പ്രവീൺ കുമാർ ശ്രീവാത്സവ. ഓക്കെ, UPSC ചെയർമാൻ. ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാ? പ്രീതി സുദൻ. ഇവർ രണ്ടാമത്തെ വനിതയാണ് കേട്ടോ. UPSC ചെയർമാൻ ആവുന്ന രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ വനിതയാണ് പ്രീതി സുദൻ. ഓക്കെ, നെക്സ്റ്റ്, ലോക്സഭാ സ്പീക്കർ
ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. സെബിയുടെ അധ്യക്ഷൻ, ഇപ്പോഴത്തെ സെബിയുടെ അധ്യക്ഷൻ ആരാ? മാധവി പുരി ബുച്ചാണ് കേട്ടോ. സെബിയുടെ അധ്യക്ഷൻ ആരാ? മാധവി പുരി ബുച്ച്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, സെബിയുടെ അധ്യക്ഷൻ മാധവി പുരി ബുച്ച്. VSSCയുടെ ചെയർമാൻ ആരാണ്? ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. VSSCയുടെ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഒരു മാറ്റമുണ്ട് കേട്ടോ, ചേഞ്ച് വരുത്തണം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇദ്ദേഹം 6ാമത് മലയാളിയാണ് കേട്ടോ. ISROയുടെ ചെയർമാൻ ആകുന്ന 6ാമത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ വി നാരായണൻ. ഓക്കെ. ഇപ്പോഴത്തെ UGC ചെയർമാൻ ആരാ? ഇപ്പോഴത്തെ UGC ചെയർമാൻ ജഗദീഷ് കുമാറാണ് കേട്ടോ. നബാർഡ് അധ്യക്ഷൻ KV ഷാജി. ഇപ്പോഴത്തെ നബാർഡ് അധ്യക്ഷൻ ആരാണ്? KV ഷാജിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. വൈസ് ചെയർമാൻ ആരാ? സുമൻ ബറിയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബറി. അടുത്ത സെറ്റിലേക്ക് പോകാം. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഏതാണ്? ബഡേ ചലി എന്നാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ. 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരുന്ന സംവരണം എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 33% കേട്ടോ. 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 33%. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ വേദി എവിടെയാണ്? കോവളമാണ് കേട്ടോ. 2024 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ വേദി ഏതാണെന്ന് വെച്ചാൽ കോവളമാണ്. സംസ്ഥാനത്തെ ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിൽ. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? എൻ്റെ ഭൂമി എന്നാണ് കേട്ടോ. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പോർട്ടലാണ് എൻ്റെ ഭൂമി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദി ന്യൂഡൽഹി. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ സദനം ബാലകൃഷ്ണൻ ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. 2024 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഓക്കെ. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ സദനം ബാലകൃഷ്ണൻ ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി. ഓക്കെ. 2023 ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറയാണ് കേട്ടോ. 2023 ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. 2024 UN കാലാവസ്ഥ ഉച്ചകോടി, അതായത് COP29 വേദി എവിടെയാണ്? ബാഗു, അസർബൈജാൻ. ഓക്കെ. 2024 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയാണ് ബാഗു, അസർബൈജാൻ. ഓക്കെ. ഇതിന് COP29 എന്ന പേരും ഉണ്ട് കേട്ടോ. പാരീസ് ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം? 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ് അല്ലേ? US ആണ്. 40 സ്വർണം, 44 വെള്ളിയും 42 വെങ്കലവുമാണ് കേട്ടോ. മെഡൽ പട്ടിക എങ്ങനെയാണ്? 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ഓക്കെ. 2ാം സ്ഥാനം ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 6ആണ്. 1 വെള്ളി, 1 വെള്ളിയും 5 വെങ്കലവുമാണ്. ഓക്കെ. 2024 സാഹിത്യ നൊബേൽ സമ്മാന ജേതാവായ ഹാങ് കാങ് ഏതു രാജ്യക്കാരിയാണ്? ദക്ഷിണ കൊറിയയാണ് കേട്ടോ. 2024 സാഹിത്യ നൊബേൽ സമ്മാന ജേതാവ് ഹാങ് കാങ് ഏതു രാജ്യക്കാരിയാണ്? ദക്ഷിണ കൊറിയ കേട്ടോ. ദക്ഷിണ കൊറിയയിൽ നിന്നും നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഹാങ് കാങ്. ഓക്കെ.
2024 UAEയിൽ വെച്ച് നടന്ന വനിതകളുടെ 2020 ലോകകപ്പിൽ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാൻഡ് ജേതാക്കളായത്? ദക്ഷിണാഫ്രിക്കയെയാണ് കേട്ടോ. 2024 UAEയിൽ വെച്ച് നടന്ന വനിതകളുടെ 2020 ലോകകപ്പ് ഏതു ടീമിനെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാൻഡ് ജേതാക്കളായത്? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ്. ഓക്കെ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലകൊള്ളുന്നത് ഏത് നദിയുടെ പോഷക നദിയിലാണ്? പെരിയാറിൻ്റെയാണ് കേട്ടോ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലകൊള്ളുന്നത് ഏത് നദിയുടെ പോഷക നദിയിലാണ്? പെരിയാറിൻ്റെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ഈ ജല ബജറ്റിന് നൽകിയ പേര് എന്താണ്? ഉറവ എന്നാണ് കേട്ടോ. ഉറവ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ഈ ജല ബജറ്റിന് നൽകിയ പേരെന്താണ്? ഉറവ എന്നാണ്. ഓക്കെ. അവകാശികൾ ഇല്ലാതെ 10 വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താനായി റിസർവ് ബാങ്ക് ആരംഭിച്ച കേന്ദ്രീകൃത പോർട്ടൽ ഏതാണ്? ഉദ്ഗം. അവകാശികൾ ഇല്ലാതെ 10 വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച കേന്ദ്രീകൃത പോർട്ടൽ ഏതാണ്? ആൻസർ ഉദ്ഗം എന്നാണ് കേട്ടോ. അടുത്തത്, തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം മുന്നിൽ കണ്ട് വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഹരിത തീരം എന്നാണ് കേട്ടോ. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം മുന്നിൽ കണ്ട് വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർത്തു നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിത തീരം. പൊതുസ്ഥലത്തെ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കുന്നതിനുള്ള കേരള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ നമ്പർ എത്രയാ? 112 കേട്ടോ. 112. പൊതുസ്ഥലത്തെ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കുന്നതിനുള്ള കേരള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ നമ്പർ എത്രയാണ്? 112. ഓക്കെ. 2023 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ലൂണ 25 ഏത് രാജ്യത്തിൻ്റെ ചന്ദ്ര ദൗത്യമാണ്? റഷ്യയുടെയാണ് കേട്ടോ. 2023 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ലൂണ 25 ഏത് രാജ്യത്തിൻ്റെ ചന്ദ്ര ദൗത്യമാണ്? റഷ്യയുടെ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗോളിയാർ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാ? ഗോളിയാർ. ലിറ്റിൽ ഇന്ത്യ എന്ന് ഇന്ത്യയിലെ പുനർനാമകരണം ചെയ്യപ്പെട്ട ഹാരിസ് പാർക്ക് ഏത് രാജ്യത്താണ്? ഹാരിസ് പാർക്ക് ഓസ്ട്രേലിയയിലാണ്. ഓക്കെ. എന്താണ് ലിറ്റിൽ ഇന്ത്യ എന്ന് ഈയിടെ പുനർനാമകരണം ചെയ്യപ്പെട്ട ഹാരിസ് പാർക്ക് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ. ഓക്കെ. കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ടാണ് മുസിരീസ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണേ. കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ടാണ് മുസിരീസ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ത്രിവേദി എന്നാണ് കേട്ടോ. അത് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ത്രിവേദി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വേദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 63ാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏതാണ്? എവിടെയാ? തിരുവനന്തപുരമാണ് കേട്ടോ. 63ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയാണ് തിരുവനന്തപുരം. 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡിലുമാണ്. 2024 ലോക ക്ഷീര ഉച്ചകോടി നടന്നത് പാരീസിലാണ്. 2024 ലോക ക്ഷീര ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസ്. പ്രഥമ ഗോഗോ ലോകകപ്പിന് വേദിയാണ് ന്യൂഡൽഹി. പ്രഥമ ഗോഗോ ലോകകപ്പിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. 2025 കാലാവസ്ഥ ഉച്ചകോടി അതായത് COP29 വേദി എവിടെയാണ്? ബാഗു. അസർബൈജാൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. 2025 കാലാവസ്ഥ ഉച്ചകോടി അതായത് COP29 വേദിയാണ് ബാഗു. അസർബൈജാൻ്റെ ക്യാപിറ്റലാണ്. ഓക്കെ. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ് തന്നെയാണ് കേട്ടോ. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസാണ്. 2023 49ാമത് G7 ഉച്ചകോടി നടക്കുന്നത് ജപ്പാനിലാണ്. 2024 50ാമത് G7 ഉച്ചകോടി ഇറ്റലിയിൽ വെച്ചും 2025 51ാമത് G7 ഉച്ചകോടി നടക്കുന്നത് കാനഡയിലാണ്. ഒന്നുകൂടെ പറയുന്നുണ്ട്. 2023
49ാമത് G7 ഉച്ചകോടി നടക്കുന്നത് ജപ്പാനിലാണ്. 2024 50ാമത് G7 ഉച്ചകോടി ഇറ്റലിയിലും 2025 51ാമത് G7 ഉച്ചകോടി നടക്കുന്നത് കാനഡയിലാണ്. ഓക്കെ, അടുത്തത് G20 ഉച്ചകോടികളെക്കുറിച്ചാണ്. 2023 18ാമത് G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിലും 2024 19ാമത് G20 ഉച്ചകോടി നടന്നത് ബ്രസീലിൽ വെച്ചായിരുന്നു. ഓക്കെ, ഇനി 2025 20ാമത് G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദിയാണ് ദക്ഷിണാഫ്രിക്ക. ബ്രിക്സ് ഉച്ചകോടി 15ാമത് 2023 നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. ബ്രിക്സ് ഉച്ചകോടി 15ാമത്തേത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചും 2024 ഉച്ചകോടി ബ്രിക്സ് ഉച്ചകോടി അത് 16ാമത്തെ ഉച്ചകോടിയാണ്, അത് റഷ്യയിൽ വെച്ചുമാണ് നടന്നത്. ഇനി നമുക്ക് അവാർഡുകളെക്കുറിച്ച് നോക്കാം. ആദ്യം എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ് നൽകി തുടങ്ങിയത് 1993 ആദ്യമായി ലഭിച്ചത് സൂര്യനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് കേട്ടോ. 2024 എഴുത്തച്ഛൻ അവാർഡ് NS മാധവനെയാണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2024 NS മാധവനെയാണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത്. ഓക്കെ, 2023 SK വസന്തനാണ്. 2022 സേതു, 2021 P വത്സല. അടുത്തത് വയലാർ അവാർഡ്. വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് 1977 ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് കേട്ടോ. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചെരുവിലാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനെയാണ് 2024 അശോകൻ ചെരുവിലിനെ വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. 2023 വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെൻഡുലത്തിനാണ്. ഓക്കെ, അടുത്തത് വള്ളത്തോൾ അവാർഡ് നോക്കാം. 1991 മുതലാണ് വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യം ലഭിച്ചത് പാലാ നാരായണ മേനോനാണ്. 2019 ഏറ്റവും അവസാനമായിട്ട് വള്ളത്തോൾ അവാർഡ് നൽകിയത് കേട്ടോ. ആർക്കാണ് ഏറ്റവും അവസാനമായിട്ട് 2019 വള്ളത്തോൾ അവാർഡ് ലഭിച്ചത്? പോൾ സക്കറിയയ്ക്കാണ്. നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാൻ പോകുന്നത് ഓടക്കുഴൽ അവാർഡാണ് കേട്ടോ. ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. 2022 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? അംബികാസുധൻ മാങ്ങാടിനാണ്. പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിനാണ്. ഓക്കെ, 2023 PN ഗോപികൃഷ്ണൻ, കവിത ഒരു മാംസപൂജിയാണ് എന്നുള്ളതാണ്. ഓക്കെ, 2024 K അരവിന്ദാക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന കവിതയ്ക്കാണ്. ഓക്കെ, 2024 K അരവിന്ദാക്ഷനാണ് ലഭിച്ചത് കേട്ടോ ഓടക്കുഴൽ അവാർഡ് ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചത്. തകഴി അവാർഡ്. 2024 തകഴി അവാർഡ് ലഭിച്ചത് MK സാനുവിനെയാണ്. 2023 M മുകുന്ദൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് പോൾ സക്കറിയ. ഇത് ONV പുരസ്കാരമാണ്. 2024 പ്രതിഭ റായ്ക്കാണ്. 2024 ONV പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ്ക്കാണ്. 2023 ONV പുരസ്കാരം C രാധാകൃഷ്ണന്. പത്മപ്രഭ പുരസ്കാരം. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനെയാണ്. 2024 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? റഫീഖ് അഹമ്മദിനെയാണ് കേട്ടോ. 2023 സുഭാഷ് ചന്ദ്രനെയാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. നെക്സ്റ്റ് നോക്കുന്നത് കടമ്മനിട്ട പുരസ്കാരമാണ്. 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനെയാണ് കേട്ടോ. അപ്പോൾ റഫീഖ് അഹമ്മദിന് 2 പുരസ്കാരങ്ങളാണ് 2024 ലഭിച്ചത്. ഒന്ന് പത്മപ്രഭ പുരസ്കാരം, 2 കടമ്മനിട്ട പുരസ്കാരം. ഓക്കെ, കടമ്മനിട്ട പുരസ്കാരം 2023 ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്കാണ് കേട്ടോ. 2023 കടമ്മനിട്ട പുരസ്കാരം പ്രഭാവർമ്മയ്ക്കും 2024 റഫീഖ് അഹമ്മദിനുമാണ്. ഹരിവരാസന പുരസ്കാരം. 2024 ഹരിവരാസന പുരസ്കാരം PK വീരമണിദാസനും 2023 ശ്രീകുമാരൻ തമ്പിക്കുമാണ്. 2022 ഹരിവരാസന പുരസ്കാരം ആലപ്പി രംഗനാഥനാണ്. ഓക്കെ, അടുത്തത് 2023 സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത് കേട്ടോ. 2023 സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്ക്. ഇനി നോക്കാൻ പോകുന്നത് 2024 നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ചാണ്. വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ്?
US ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസ്, ഗാരി റാവ്കൂൻ എന്നിവർക്കാണ് വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം 2024 ലഭിച്ചത്. ആർക്കൊക്കെയാണ് 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്? വിക്ടർ ആംബ്രോസിനും ഗാരി റാവ്കൂനെയാണ് കേട്ടോ. എന്ത് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്? മൈക്രോ RNAയുടെ കണ്ടെത്തലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. ഭൗതികശാസ്ത്ര നൊബേൽ. ഭൗതികശാസ്ത്രത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ പുരസ്കാരം ജെഫ്രി ഹിൻഡനും ജോൺ ഹോപ്ഫീൽഡിനും ലഭിച്ചു. ആർക്കൊക്കെയാണ് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നൊബേൽ പ്രൈസ്? ജെഫ്രി ഹിൻഡൻ ആൻഡ് ജോൺ ഹോപ്ഫീൽഡ് കേട്ടോ. ഹിൻഡനും ഫീൽഡനും എന്ന് ആലോചിച്ചാൽ മതി. പിന്നെയോ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ലഭിച്ചത്? മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനമൊരുക്കിയ കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നൊബേൽ പ്രൈസ് ലഭിച്ചത്. അടുത്തത് രസതന്ത്ര നൊബേൽ സമ്മാനമാണ്. രസതന്ത്ര നൊബേൽ പ്രൈസ് 2024 ലഭിച്ചത് ഡേവിഡ് ബെക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസാബിസ് 3 പേർക്കാണ് കേട്ടോ. ഡേവിഡ് ബെക്കർ, ജോൺ ജമ്പർ, പിന്നെ ഡെമിസ് ഹസാബിസ്. ഓക്കെ. ഇവരുടെ ഗവേഷണ മേഖല എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചായിരുന്നു ഇവരുടെ ഗവേഷണം. ഇതിനാണ് 2024 രസതന്ത്ര നൊബേൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത്. നെക്സ്റ്റ് സമാധാന നൊബേൽ സമ്മാനമാണ്. ജപ്പാനിലെ നിഹോൻ ഹിഡാൻക്യോ പ്രസ്ഥാനത്തിനാണ് ഈ വർഷത്തെ സമാധാന നൊബേൽ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് കേട്ടോ. നിഹാൻ ഹിഡാൻക്യോ എന്നത് ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങൾ അതിജീവിച്ചവരുടെ പ്രസ്ഥാനമാണ് കേട്ടോ. നിഹോൻ ഹിഡാൻക്യോ ഒരു ജപ്പാനിലെ പ്രസ്ഥാനമാണ്. നെക്സ്റ്റ് സാമ്പത്തിക നൊബേൽ സമ്മാനം. സാമ്പത്തിക നൊബേൽ സമ്മാനം ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ, ഡാരൻ അസെമോഗ്ലു എന്നിവർക്കാണ് ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ. അവരുടെ പ്രധാന മേഖല എന്താണ്? പഠന വിഷയം അസമത്വത്തെ സംബന്ധിച്ച പഠനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവരുടെ മേഖല അല്ലെങ്കിൽ അവരുടെ പഠന വിഷയം എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട്. അപ്പോൾ 3 പേർക്കാണ് ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ പ്രൈസ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ, ഡാരൻ അസെമോഗ്ലു. സാഹിത്യ നൊബേൽ. ഈ വർഷത്തെ സാഹിത്യ നൊബേൽ പുരസ്കാരത്തിന് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാങ് കാങ് ഒക്ടോബർ 10 അർഹയായി. ദ വെജിറ്റേറിയൻ എന്ന നോവലിലൂടെ പ്രശസ്തയായ കാങ് ദക്ഷിണ കൊറിയയിൽ നിന്ന് നൊബേൽ നേടുന്ന ആദ്യ വ്യക്തിയാണ്. അപ്പോൾ ഈ വർഷത്തെ സാഹിത്യ നൊബേൽ സമ്മാനം 2024 സാഹിത്യ നൊബേൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? ഹാങ് കാങ്. ഏത് രാജ്യക്കാരിയാണ്? ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഹാങ് കാങ്. ഓക്കെ. അവരുടെ പ്രശസ്തമായ ബുക്കാണ് ദ വെജിറ്റേറിയൻ. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയും പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 100 ക്വസ്റ്റ്യനോളം ഇതിനകത്തുണ്ട് കേട്ടോ. ഒരു ക്വിക്ക് റിവിഷനായിട്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരു ക്വിക്കായിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു.